ട്രംപിന്റെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് കരയുദ്ധത്തിന് സജ്ജമാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇറാൻ പാർലമെന്റ് സ്പീക്കർ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കരയുദ്ധം തുടങ്ങിയാൽ രാജ്യത്തെ സാധാരണ ജനങ്ങളും ആയുധമെടുക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 70 ലക്ഷത്തോളം ജനങ്ങൾ പോരാട്ടത്തിനായി സജ്ജമായി കഴിഞ്ഞെന്നും രാജ്യമൊട്ടാകെ ഇതിനായുള്ള മുന്നേറ്റം നടക്കുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് കരയുദ്ധം തുടങ്ങിയാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആബാലവൃദ്ധമാളുകളും അമേരിക്കയ്ക്കെതിരെ പൊരുതും. അമേരിക്കൻ സൈനികരിൽ ഒരാളെ പോലും ബാക്കി വെച്ചേക്കില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിലേക്ക് അതിക്രമിച്ചു കയറുന്നവർ ആയുധബേന്തി നിൽക്കുന്ന കുടുംബാംഗങ്ങളെയാകും ഇനി കാണേണ്ടി വരികയെന്നും ദേശീയ സുരക്ഷയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം പോരാടുമെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തെ ചെറുക്കാൻ സൈന്യത്തോടൊപ്പം ജനകീയ പ്രതിരോധം കൂടി ശക്തമാക്കുകയാണ് ഇറാൻ എന്നാണ് ഈ പ്രസ്താവന മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇറാൻ സൈനിക മേധാവിയും ട്രംപിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു. അജയ്, ഇതിപ്പോ ഇറാന്റെ പ്രതിരോധം അതിശക്തമാണ്. ഇത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, നേരത്തെ ചില വിവരങ്ങൾ പുറത്തു വന്നത് ഇറാൻ പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പല കേന്ദ്രങ്ങളിലും വലിയ ആൾത്തിരക്കും ജനബാഹുല്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇതടക്കം വളരെ കൃത്യമായി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കരയുദ്ധം തുടങ്ങിയാൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന പ്രതിരോധമായിരിക്കില്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ തങ്ങളുടെ പ്രതിരോധം അത് കൂടുതൽ കടുപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അവർ ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ചില ടെക് ഭീമന്മാരെയും ഇവർ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹ്റൈനിലുള്ള ആമസോണിൻ്റെ ഡാറ്റാ സെന്റർ ഇറാൻ ആക്രമിച്ച് തകർത്തത്. ഇതിൻ്റെ കമ്പ്യൂട്ടർ സെന്ററാണ് നിലവിൽ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളതെന്നാണ് വിവരമുള്ളത്. ഈ ഒരു ആമസോണിന്റെ ഡാറ്റാ സെന്റർ വഴി അമേരിക്കയ്ക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നു എന്നതാണ് ഇറാന്റെ ഒരു ആരോപണം. അത് ഈ മേഖലയിൽ തങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ബഹ്റൈനിലുള്ള ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തിയതെന്നും ഇറാൻ വിശദീകരിക്കുന്നുണ്ട്. ബഹ്റൈൻ ഇക്കാര്യത്തിൽ UN-ൽ അപലപിച്ചിട്ടുണ്ട്. ഈ ബഹ്റൈന്റെ ഭാഗമായി പ്രമേയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെയാണ് തങ്ങളുടെ രാജ്യത്തുള്ള ഡാറ്റാ സെന്ററിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ കൂടുതൽ തങ്ങൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ തെളിവായിട്ട് കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തുവിടുന്ന ഒരു കാര്യവും നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. അതായത് മാർച്ച് 1-ന് ഈ സൗദി അറേബ്യയിൽ ഉള്ള US ബേസിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, ഇതിൻ്റെ ചില ചിത്രങ്ങളും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും അടക്കം ഇറാൻ നിലവിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ